നിങ്ങൾക്ക് സുപ്രഭാതമാണോ ദുരിതബാധമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കല്യാണ കേസ് പറഞ്ഞു മടുത്തു. അപ്പോൾ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ അല്ലേ. ഇന്ന് ഞാൻ വീണ്ടും വേറൊരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോവാണ്. തിരുവല്ലയിൽ വെച്ചാണ് കല്യാണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ടുള്ള യാത്രയാണ്. നിങ്ങൾ വിചാരിക്കും കല്യാണം കഴിക്കാതെ മരടിച്ച് നിൽക്കണം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, എൻ്റെ കൂട്ടത്തിൽ ദേ കാണുന്ന 3 കൂടി മരടിച്ചിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. അല്ലെങ്കിലും കഴിക്കാൻ അറിഞ്ഞാൽ പോരെ, കല്യാണം തന്നെ ആവണമെന്നില്ലല്ലോ. ക്ഷീണം വരണമെന്ന് പറഞ്ഞു പോണ വഴിക്ക് കണ്ട ചായക്കടയിൽ നിന്ന് കഴിച്ച ചായയും കടികളും വയറ്റിലെത്തുന്നതിന് മുമ്പേ ഓപ്പോസിറ്റ് കണ്ട ജ്യൂസ് കടയിൽ നിന്ന് കരിക്കും ജ്യൂസും അകത്താക്കി. അതാണ് ഞങ്ങളുടെ ഒരു സമ്പ്രദായം. ക്ഷീണം വരുമ്പോൾ ഗ്ലൂക്കോസിന് പകരം നമ്മൾ ഷവർമയാണ് കയറ്റാറ്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? നഗലേട്ടാ, ഞാൻ ഷവർമ എന്നിട്ട് വരാം. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യത്തിന്റെ വെളിവ് വന്നത്. തീറ്റ നിർത്തിയില്ലെങ്കിലും യാത്ര തിരിച്ചില്ലെങ്കിൽ ഇന്ന് അവിടെ എത്തൂലെന്ന്. അല്ല, ഒരു ചായ കൂടി കുടിച്ചിട്ട് നിർത്താം. ഇനിയിപ്പോൾ രാത്രിത്തെ പരിപാടിക്ക് ബിരിയാണി കഴിക്കാനുള്ളതല്ലേ. എല്ലാവരും പച്ചക്കളർ ഡ്രസ്സ് ഇടണം, ഡ്രസ് കോഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരുന്നു ഞങ്ങളുടെ. പക്ഷേ ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇടയ്ക്കേ ഈ അച്ചാറും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടക്കും. ഇപ്പൊ ശരിയായി. ഇപ്പൊ നാളെ കല്യാണം കൂടണം, ഗംഭീരമായി സദ്യ കഴിക്കണം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.